ഭൂമിശാസ്ത്രം. ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇന്ത്യയെ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഏകദേശം 10.7% പ്രദേശം പർവ്വതങ്ങളാലും 18.5% കുന്നുകളാലും 27.7% പീഠഭൂമികളാലും 43.2% സമതലങ്ങളായും കാണപ്പെടുന്നു. അതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് നോക്കാം. ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി, അതായത് അരുണാചൽ പ്രദേശ് വരെയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു, നദികളുടെ ഉത്ഭവം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു, നദികളുടെ ഉത്ഭവപ്രദേശം. ഇതൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അതായത് ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതിനും വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലഡാക്ക് ഒന്നും കൂടി ഇതുവരെ ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം എന്ന് പറയുന്നത് ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി, അതായത് അരുണാചൽ പ്രദേശ് വരെയാണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു, നദികളുടെ ഉത്ഭവം. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയൻ നിരകൾ, പൂർവജൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ. ഇങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയുടെ 3 തരംതിരിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.